സ്നേഹത്തോടുകൂടെ നിങ്ങളെ കണ്ടിട്ടല്ല അവർ ബഹുമാനിക്കുന്നത്, പേരിന്റെ ഉസ്താദിന്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ആദരിക്കാൻ അങ്ങനെയുള്ള ഒരു നിഅമത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകി. അള്ളാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയാണ് ഉസ്താദന്മാരോടുള്ള ബഹുമാനം. അത് കാണുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ അല്ലാത്ത സമയത്തും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ആ ബഹുമാനം എന്നെന്നും വേണം. നമുക്ക് വലിയ ബഹുമാനം പഠിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട താജു ശരിയ വന്യരായ ശൈഖുന ആരിക്കുഞ്ഞി ഉസ്താദ്. ഏതുവരെന്ന് വെച്ചെങ്കിൽ ബഹുമാനപ്പെട്ട ആരിക്കുഞ്ഞി ഉസ്താദ് വീട് നിർമ്മിക്കുന്ന സമയത്ത് വീട് ഒക്കെ പൊളിച്ച് ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് ആ സമയത്ത് ഉസ്താദിനെ ഒരു ബഹുമാനിച്ച ഒരു രംഗം നമ്മളൊക്കെ വലിയ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ വീട് നിർമ്മിക്കുന്ന സമയത്ത്, കാരണം ഒരു അവസരം ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് വീട്ടിന്റെ മുമ്പിലുള്ള സീറ്റ് ഔട്ട്, ആ സീറ്റ് ഔട്ടിൽ ഒരു മൂലക്കാണ് എപ്പോഴും ഏത് സമയത്തും മൂപ്പർ പോയിട്ട് അവിടെ ഇരിക്കൽ. മൂപ്പർ ദലായിലുൽ ഖൈറാത്തും ഖുർആൻ ഓതലും ഔറാദ് ചൊല്ലലെല്ലാം ആ സ്ഥലത്ത് ഇരുന്നിട്ടാണ്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ശൈഖുന താജു ശരിയ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്ത് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയോ? എന്റെ വന്യരായ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഇവിടെ വന്ന് കിടന്ന സ്ഥലമാണ്. മനസ്സിലാക്കണം. ഏതുവരെ ഞാൻ ബഹുമാനിച്ചറിയോ? ഈ വീട് പൊളിക്കുന്ന സമയത്ത് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു, ബാത്റൂം ഈ സ്ഥലത്ത് വരുന്നുണ്ട്, ബാത്റൂമിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്.